റഹ്മാനെ, ഈ മാസം 5-ാം തീയതി ഉച്ചക്ക് ഏകദേശം ഒരു 2:30 മണി സമയത്ത് ഒരു ഫോൺ വന്നു മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന്. പറഞ്ഞ് അട്ടകോളി ഹമീദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നു. 15 മിനിറ്റിനുള്ളിൽ വിവരം അറിയിക്കണം. ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് അന്വേഷിച്ചുകൊണ്ടൊരു ഫോൺ വന്നു. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ കുടുംബങ്ങളെല്ലാവരും കൂടെ ഒരു 25 യാസീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങളെ കൊണ്ടൊരു പരിഹാരം കിട്ടും. അപ്പൊ അതിനനുസരിച്ച് ഹൈറായ നിലക്ക് നീങ്ങാം എന്ന് പറയുകയും അവർ യാസീൻ ഓതുകയും കുറഞ്ഞ സമയത്തിന് ശേഷം വിദഗ്ധനായ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ പുരയിലേക്ക് കൊണ്ടുപോയിക്കോ. ഓപ്പറേഷൻ ചെയ്താലും ഇത് ഭേദമാകുമെന്ന് തോന്നുന്നില്ല, കാരണം അങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് ബോധമില്ലാത്ത അബോധാവസ്ഥയിലുള്ള ചെറുപ്പക്കാരനെ പുരയിലേക്ക് കൊണ്ടുപോകാൻ പറയുകയും അവരെ അനുജൻ എന്നെ വിളിച്ച് വിവരം പറയുകയും ഞങ്ങൾ ബായാറിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് 5-ാം തീയതി അസറിന്റെ സമയത്ത് ഇവിടെ ആംബുലൻസിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരികയും അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആംബുലൻസിൽ ശ്വാസം മാത്രം, ഒരു തൊണ്ടയിൽ മാത്രം ഒരു മിടിപ്പുള്ള അവസ്ഥയിൽ ബോധമില്ലാതെ ചെറുപ്പക്കാരൻ കിടക്കുകയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് പറഞ്ഞ് അവിടത്തേക്ക് സലാം പറഞ്ഞ് സ്വലാത്ത് പറഞ്ഞ് മന്ത്രിക്കുകയും നിങ്ങൾ പുരയിൽ കൊണ്ടുപോയിട്ട് തങ്ങളെ പേരിൽ യാസീൻ ഓതി മുബീനത്തുമ്പ് ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നോ മന്ത്രിച്ചുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ആ കുടുംബം ആംബുലൻസിൽ പുരയിലേക്ക് കൊണ്ടുപോവുകയും രാത്രി നമ്മൾ മംഗലാപുരത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10-11 മണി സമയത്ത് അവരെ വീട്ടിൽ നിന്ന് അവിടെ കൂടിയ ആളുകളിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നേരത്തെ അസറിന് കൊണ്ടുവന്ന അബ്ദുൽ ഹമീദിന്റെ വിവരം പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ബോധമില്ലാതെ അബോധാവസ്ഥയിൽ ഡോക്ടർമാരെ റിജക്ട് ചെയ്ത് ആംബുലൻസിൽ കൊണ്ടുവന്ന ആ അബ്ദുൽ ഹമീദ് ഇപ്പോൾ ബോധം വന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് തങ്ങൾക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. പിറ്റേന്ന് രാവിലെ അവരുടെ അനുജൻ വന്ന് പറഞ്ഞു, ഇപ്പൊ രാവിലെ എഴുന്നേറ്റിരുന്നു, നല്ല സുഹത്തുണ്ട്, ആഫിയത്തുണ്ടെന്ന് അറിയിച്ചു. ഇന്ന് അൽഹംദുലില്ലാഹ് അന്ന് അവർ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ അടുത്ത സ്വലാത്തിന് കൂടാൻ നിയ്യത്ത് ചെയ്തോ. 20-ാം തീയതി സ്വലാത്താണ്. അല്ലാഹ് സുഖപ്പെടുത്തും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലല്ല അതിന് തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച അസറിന്റെ സമയം നമ്മൾ റൂമിലിരിക്കുമ്പോൾ അബ്ദുൽ ഹമീദ് നടന്നുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയും നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഹയാത്തായ ഒരാളാണല്ലോ നീ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുകയും ഇന്ന് സ്വലാത്തിൽ സംബന്ധിക്കാൻ ആ ചെറുപ്പക്കാരൻ ഇതാ നമ്മുടെ സ്റ്റേജിന്റെ മുമ്പിൽ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ടവൽ കെട്ടിയിട്ടുള്ള ആ ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇന്ന് നമ്മുടെ മജ്ലിസിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ആഫിയത്ത് കിട്ടി ഈ മജ്ലിസിൽ സംബന്ധിച്ചിരിക്കുന്നു. ഞാനത് പറയുന്നത് മുഅ്മിനീങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. ഫമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ഇമാമിങ്ങൾ ധാരാളം ഈ ആയത്തിനെ വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയാൻ ഖുർആൻ നിർദ്ദേശിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ നിഅമത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് കിട്ടിയ സലാമത്തുകളിൽ ഒരു ചെറിയ വിഷയം മാത്രമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ ഇതുപോലെ 1000കണക്കിന് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നിരുന്ന കിഡ്നി രണ്ടും ഫൈൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ ആളുകൾ ഈ മജ്ലിസുൽ ആഫിയത്തോടെ ഉണ്ട്.
മാരകമായ കയലവീക്ക ക്യാൻസർ പിടിപെട്ടിട്ട് 4th സ്റ്റേജ് കഴിഞ്ഞു, റേഡിയേഷനും ഇഞ്ചക്ഷനും ചെയ്യാൻ പറ്റൂല, ഒരു മെഡിസിനും ഫലിക്കൂല എന്ന് പറഞ്ഞ് റിജക്റ്റ് ആക്കിയിട്ട് ഈ മജ്ലിസിൽ അവർ ആഫിയത്തായിട്ട് നമ്മുടെ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, നടക്കാത്ത കുട്ടികൾക്ക് നടക്കാൻ അല്ലാഹു ഈ മജ്ലിസ് കാരണം ആഫിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ, 10, 20, 23 വർഷമായി കല്യാണം കഴിച്ചു മക്കളില്ലാത്ത പലവർക്കും ഈ മജ്ലിസ് കൊണ്ട് ഹബീബായ തങ്ങളുടെ സ്വലഫ് കൊണ്ട് അല്ലാഹു മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഞങ്ങളെ കാര്യം ഈ മജ്ലിസിൽ കൂടിയാൽ സാധ്യമാകും, എളുപ്പമാകും, രോഗത്തിന് സുഖം കിട്ടും, ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, കടങ്ങൾ വീടാൻ വഴിയാകും, ഞങ്ങളിൽ നിന്ന് മൗത്തായവരുടെ ഖബറിലെ സന്തോഷത്തിന് ആ മജ്ലിസിലൊന്ന് കൂടി ദ്വാരക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് കേരളത്തിൽ നിന്നല്ല, കർണാടകയിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്ന് വരെ, ബോംബെയിൽ നിന്ന് വരെ, ഗോവയിൽ നിന്ന് വരെ, അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഗൾഫ് നാട്ടിലെ നമ്മുടെ സ്നേഹിതന്മാർ സ്വലാത്തിൽ മാത്രം സംബന്ധിക്കാൻ വേണ്ടി 2, 3, 4 ദിവസം ലീവ് എടുത്തിട്ട് ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ടിട്ട്, നിങ്ങൾക്കറിയാം കാസർഗോഡ് നിന്ന് ഹൈവേയിലൂടെ ഉപ്പളയിലേക്ക് എത്തിയാൽ ആ ഉപ്പളയിൽ നിന്ന് ബായാറാകുന്ന ഈ കുഗ്രാമത്തിലേക്ക് എത്തിപ്പെടാനുള്ള യാത്രാ ബുദ്ധിമുട്ട്, റോഡുകളിലുള്ള കുണ്ടും കുഴിയും പ്രയാസവും എല്ലാ ആളുകൾക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇത്രയൊക്കെ ഞെരുക്കങ്ങൾ സഹിച്ച് ഒന്ന് ഇരിക്കാൻ പോലും മഴ പെയ്താൽ കൊള്ളുകയല്ലാതെ നിർവാഹമില്ല. ആ നിലക്ക് ത്യാഗം സഹിച്ചിട്ട് ഈ മജ്ലിസിൽ എത്തിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവർ അനുഭവത്തിലൂടെ സാക്ഷികളാണ്. ഈ മജ്ലിസ് കൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചാൽ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ല, തങ്ങളെ കൊണ്ട് തീരാത്ത വിഷയങ്ങളില്ല, തങ്ങളെ കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. അതല്ലേ സ്വഹാബിവര്യനായ ഉബയ്യ് തങ്ങളിലൂടെ ഹബീബായ തങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ സ്വഹാബി അന്വേഷിച്ചപ്പോ, ജീവിതകാലം മുഴുവനും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ടൈം കാണുന്നെന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ ആ സ്വഹാബിയിലൂടെ ലോകത്തിന് അറിവ് നൽകിയത്, നിന്റെ ദുനിയാവിലെ ഏത് പ്രശ്നമുണ്ടോ, നിനക്ക് നിന്റെ ശരീരത്തിന് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ, കാഴ്ചക്ക് തകരാറ് വന്നിട്ടുണ്ടോ, നിന്റെ കിഡ്നിക്ക് വീക്ക് വന്നിട്ടുണ്ടോ, നിനക്ക് മറ്റു പ്രയാസങ്ങളുണ്ടോ, കടമുണ്ടോ, സമാധാനക്കുറവുണ്ടോ, ടെൻഷനുണ്ടോ, എന്തുണ്ടോ, എല്ലാത്തിനും വീടില്ലാതെ വിഷമിക്കുന്നവർ, പെൺകുട്ടികളെ കല്യാണത്തിന് പ്രയാസം കാണുന്നവർ, അതുപോലെ തന്നെ മറ്റ് യാത്രകളുടെ കാര്യങ്ങളിൽ ജയിലുകളിൽ അകപ്പെട്ടിട്ട്, മക്കളെ കാണാനില്ലാതെ അനാശ്വാസ ബന്ധങ്ങളിൽ അകപ്പെട്ടിട്ട്, തോന്നിവാസികളായിട്ട് ജീവിച്ചിട്ട് റബ്ബിനെ ചിന്തയില്ലാതെ വടക്കായ നിലക്കുള്ള ജീവിതമുള്ളവർക്ക് എല്ലാവർക്കും നന്നാകാനുള്ള വലിയ വഴികാട്ടിയാണ് ഹബീബായ തങ്ങളുടെ സ്വലാത്തെന്നും തീർന്നില്ല. വഹമ്മുല്ലാഹിറ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബർ കണ്ടതുകൊണ്ടാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഹബീബായ തങ്ങൾ